ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന കരൾ കൊടുത്തതിനെ പറ്റിയൊക്കെ ഒരു പുച്ഛത്തോടു കൂടി നമ്മുടെ മറുഭാഗം വക്കീൽ പറയുവാണ്. അമ്മായിയമ്മയ്ക്ക് മരുമകൾ തന്നെ വിഷം കൊടുത്തിട്ട് രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് പരക്കൊരു പറച്ചിലുണ്ട് എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ നയനയൊക്കെ അന്തം വിട്ട് നോക്കുക. അപ്പോൾ ആരാണ് അങ്ങനെ പറയുന്നത് എന്ന് നവീൻ ചോദിച്ചു. ആ കുടുംബത്തിലുള്ളവർ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, പുറത്ത് പ്രചരിച്ചിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് ഈ വക്കീൽ നവീനോട് പറയുമ്പം വക്കീലിന് സമയം വരും, വക്കീൽ അവിടെ ഇരിക്കാൻ നവീനോട് അന്നേരം ഈ ജഡ്ജി പറഞ്ഞു. അപ്പോൾ നമ്മുടെ നവീൻ അവിടെ പോയിരുന്നു. അതിനുശേഷം ഇയാൾ നയനയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ അനന്തപുരി തറവാട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും മറ്റൊരു വീട്ടിലാണ് സാർ താമസിക്കുന്നതെന്ന് നയന പറയുമ്പം അതൊന്ന് പറ്റിയെന്ന് വക്കീൽ ചോദിച്ചു. വീട്ടിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഹസ്ബൻഡിനൊപ്പം എനിക്ക് മാറി താമസിക്കേണ്ടി വന്നു എന്ന് നയന പറയുന്നു. എന്തായിരുന്നു ആ പ്രശ്നങ്ങളെന്ന് വക്കീൽ നയനയോട് ചോദിക്കുക. അങ്ങനെ വള്ളി പുള്ളി തെറ്റാതെ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലം ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ജ്വല്ലറിയാണ് മൂർത്തീസ് ജ്വല്ലറി എന്നും അത് പെട്ടെന്നാണ് താഴേക്ക് പോയതെന്നുള്ള കാര്യവും, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അനന്തമൂർത്തി എന്ന വലിയ മനുഷ്യൻ മൂർത്തീസ് MD ആദർശിനെയും അയാളുടെ ഭാര്യയായ നിങ്ങളെയും ജ്വല്ലറിയിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടി വന്നു എന്നൊക്കെ വക്കീൽ പറയുന്നു. അപ്പം നയന ഇങ്ങനെ ആദർശനെ ദയനീയമായിട്ട് നോക്കുവാണ്. അത്രയ്ക്ക് കൊച്ചുമോനോടും അയാളുടെ ഭാര്യയോടുമുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇവിടെ സ്വന്തം വീട്ടുകാർ പോലും ഇവരെ തള്ളി പറഞ്ഞെന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാനെന്നും നേരത്തെ മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കള്ളക്കടത്ത് സ്വർണം വിറ്റഴിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ കോടതി കയറിയതും ജയിലിൽ കിടന്നതും ഈ പറയുന്ന അനന്തമൂർത്തി ദത്തെടുത്ത് വളർത്തിയ ജലജ എന്ന സ്ത്രീയുടെ മകനാണെന്ന കാര്യം ഇയാൾ പറയുവാണ്. എന്നിട്ട് അഭിനന്ദൻ എന്നാണ് അയാളുടെ പേരെന്നും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശും അയാളുടെ ഭാര്യയും കൂടി കള്ളക്കടത്ത് സ്വർണം മൂർത്തീസ് ജ്വല്ലറിയുടെ പേരിൽ വിറ്റഴിച്ചതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ആ ചെറുപ്പക്കാരനാണെന്ന് നമ്മുടെ ഈ വക്കീലിൽ നിന്നങ്ങ് പ്രസംഗിക്കുമ്പം ഒരിക്കലും അല്ല എന്ന് നന്ദു പറഞ്ഞു. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അഭിനന്ദനെ അറസ്റ്റ് ചെയ്തത് ഞാനാണെന്ന് നമ്മുടെ നന്ദു വേഗം കയറി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനല്ല, കോടതിയാണെന്ന് വക്കീൽ. യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി തരേണ്ട പോലീസ് ഓഫീസർ തന്നെയാണ് ഇപ്പോൾ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ഇത്രയും സംസാരിച്ചതെന്നും എനിക്ക് SI നന്ദനെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു ഈ വക്കീൽ. അപ്പോൾ പ്രൊസീഡ് എന്ന് പറഞ്ഞു. നന്ദുവിനെ വിസ്തരിക്കാൻ കയറ്റി നിർത്തി. അപ്പോൾ കളരിയും കരാട്ടയൊക്കെ അറിയാമല്ലേ എന്ന് നന്ദുവിനോട് ഈ വക്കീൽ ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. അതൊക്കെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചതാണെന്നും നന്ദു പറയുക. ട്രെയിനിങ് കഴിഞ്ഞ ഉടൻ തന്നെ സ്വന്തം നാട്ടിലുള്ള സ്റ്റേഷനിലേക്ക് കയറി പറ്റിയത് സ്വാധീനമുള്ള കുടുംബത്തിൻ്റെ ബന്ധു ആയതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുമ്പം അത് എന്നെ നിയമിച്ചവരോടാണ് സാറ് ചോദിക്കേണ്ടതെന്ന് നന്ദു പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യമൊക്കെ ചോദിക്കാമല്ലോ അല്ലേ? മുൻപ് കള്ളക്കടത്ത് സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് SI നന്ദന ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ അടുത്ത സമയത്ത് കള്ളക്കടത്ത് സ്വർണവുമായി വന്ന ഒരു കാറ് നിങ്ങൾ പിടിച്ചിരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പിടിച്ചിരുന്നു എന്ന് നന്ദു പറഞ്ഞു. ആ സ്വർണം വരുന്നുണ്ടെന്ന മെസ്സേജ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പം അതൊരു അജ്ഞാതൻ വിളിച്ചു പറഞ്ഞതാ കള്ളക്കടത്ത് സ്വർണവുമായി ഒരു കാർ ബൈപ്പാസ് വഴി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ അജ്ഞാതൻ ആരാണെന്ന് SI സാറിന് അറിയില്ല അല്ലേന്ന് ചോദിച്ചപ്പം അറിയില്ല എന്ന് പറഞ്ഞു നന്ദു. ആ കാറിൻ്റെ ഡ്രൈവറെ നിങ്ങൾക്ക് നിഷ്പ്രയാസം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നും പിന്നീട് എന്തുകൊണ്ടാണ് അയാളെ പിടിക്കാതിരുന്നതെന്ന് ഇയാൾ ചോദിക്കുക. അപ്പം ഞങ്ങളതിന് ശ്രമിച്ചതാ, പക്ഷേ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് അയാൾ കടന്നു കളഞ്ഞു എന്ന് നന്ദു പറഞ്ഞു. അങ്ങനെ കടന്നു കളഞ്ഞ ആളിൻ്റെ മരണവാർത്തയാണ് പിന്നീട് കേൾക്കുന്നതല്ലേന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി കള്ളക്കടത്തുകാരുമായി ബന്ധമുള്ള സ്വന്തം ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ അറിവോടെ ആ ഡ്രൈവറെ കൊന്നതല്ലേന്ന് ചോദിക്കുമ്പം ഒരിക്കലുമല്ല എന്ന് നന്ദു. അതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വക്കീൽ സാറിന് അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സ്വന്തം ചേച്ചിയാണ് കള്ളക്കടത്ത് സ്വർണവുമായിട്ട് സ്ഥലം CI അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ കുറ്റം സമ്മതിച്ചതല്ലേന്ന് ചോദിച്ചു കേട്ടോ. ഇല്ല എന്ന് നന്ദു പറഞ്ഞു. അപ്പം ചേച്ചി ആയതുകൊണ്ട് ചോദ്യം ചെയ്യലിൻ്റെ ശക്തി കുറഞ്ഞു പോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീയാണെന്നും അങ്ങനെയുള്ളപ്പം അവരെ മാനസികമായും ശാരീരികമായും തളർത്തുന്നതിന് ഒരു പരിധിയുണ്ടെന്ന് പറഞ്ഞു നന്ദു. അപ്പം നേരത്തെ കള്ളക്കടത്ത് സ്വർണം പിടിക്കപ്പെട്ടതിന് അറസ്റ്റ് ചെയ്തത് ചേച്ചിയുടെ ഭർത്താവിനെ ആയിരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ചേച്ചിയെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അർത്ഥം അല്ലേന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിന് ഇല്ല എന്ന് നന്ദു പറയുമ്പോൾ ഈ അറസ്റ്റ്
നടന്നത് CI സത്യനാഥന്റെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം നേരിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നില്ല എന്ന് ഈ വക്കീല് പറയുക. അവരെ കോടതിയിൽ ഹാജരാക്കാനും പറ്റുമായിരുന്നില്ലെന്നും സ്വന്തം ചേച്ചി കള്ളക്കടത്ത് സ്വർണവുമായി വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും നിങ്ങൾ ഒരുക്കി കൊടുത്തേനെ എന്നൊക്കെ ഇയാൾ നന്ദുവിനോട് പറയുന്നു. അക്കാര്യങ്ങൾ CI കൃത്യമായി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പോകാം എന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അതിനുശേഷം ജഡ്ജിയോട് പറയുകയാണ്, AN ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഇപ്പോൾ നമ്പർ 1 ആയിട്ട് വന്നിരിക്കുകയാണെന്നും അപ്പോൾ അവർ കൊടുക്കുന്നതിനേക്കാളും സ്വർണം അവർ കൊടുക്കുന്നതിനേക്കാളും വിലയിൽ താഴ്ത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടികൾ കാണിച്ചതെന്നും അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന കാറിനെ പോലീസ് തടയില്ല എന്നും ചെക്ക് ചെയ്യില്ല എന്നും ഈ കേസിലെ പ്രതികൾ കരുതിയെന്ന് വേണം പറയാനെന്നൊക്കെ പറഞ്ഞ് വക്കീൽ പറയുക. ആയതിനാൽ ഈ കേസിൻ്റെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ സംസാരമൊക്കെ അവിടെ നിർത്തി പോയി ഓടിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ നവീനോട് വാദിച്ചോളാനായിട്ട് ജഡ്ജി പറയുമ്പം താങ്ക് യു യുവർ ഓണർ എന്ന് പറഞ്ഞ് നമ്മുടെ നവീൻ അങ്ങ് ചെല്ലുക. അതിനുശേഷം നമ്മുടെ നവീൻ നയനയുടെ അടുത്തേക്ക് ചെയ്യുന്നു. നയന കളക്ഷൻസ് എന്നുള്ളൊരു ബ്രാൻഡ് മൂർത്തിസ് ജ്വല്ലറിയിലുണ്ട് അല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, അത് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ആഭരണങ്ങളാണെന്ന് നയന പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ പല സംഘടനകളും നയന അംഗീകരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഒരുപാട് അവാർഡുകൾ നയനയ്ക്ക് കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഉണ്ടെന്ന് നയന പറഞ്ഞു. നയന കളക്ഷൻസ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡാണെന്നും മൂർത്തി ജ്വല്ലറിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയൊരു ഡിസൈനറാണിതെന്നും നമ്മുടെ നവീൻ പറഞ്ഞു. ഞാനീ പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല സാർ, മൂർത്തീസ് ജ്വല്ലറി പോലെ കേരളത്തിലെ നമ്പർ 1 ആയ ഒരു ജ്വല്ലറി ബന്ധങ്ങൾ വെച്ചിട്ട് ആരെയും ആ സ്ഥാപനത്തിൽ നിയമിക്കാറില്ല എന്നും എൻ്റെ കക്ഷിയുടെ ടാലൻറ്റ് തെളിയിക്കുന്ന രേഖകൾ ഞാൻ കൃത്യമായി കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ നവീൻ പറയാം. അത് നോക്കിയാൽ തന്നെ മനസ്സിലാകും നയനയെ ആദർശ് വിവാഹം കഴിച്ചതിന് ശേഷം മൂർത്തീസ് ജ്വല്ലറിക്കും അതുപോലെ ആദർശിനുമുണ്ടായ ആ ഒരു ഉയർച്ച എത്രത്തോളമാണ് എന്നുള്ളത്. പിന്നെ ബിസിനസ് ആകുമ്പോൾ ചില സമയത്ത് തളർച്ചയും ഒക്കെ ഉണ്ടായെന്ന് വരാം. അങ്ങനെ ഒരു തളർച്ച മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് നവീൻ പറയും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഓണത്തിനൊക്കെ മൂർത്തി ജ്വല്ലറിയുടെ അടുത്ത് പോലും മറ്റൊരു ജ്വല്ലറിയും എത്തിയിട്ടില്ല. എല്ലാ ആഘോഷങ്ങളും കസ്റ്റമേഴ്സ് മുഖ്യ ആകർഷണമായി കണ്ടുവരുന്നത് നയന കളക്ഷൻസ് എന്ന നയനയുടെ ഡിസൈനിലുള്ള ആഭരണങ്ങളായിരുന്നുവെന്നും എന്നിട്ടാണ് കേരളത്തിലെ നമ്പർ 1 ഡിസൈനറായ എൻ്റെ കക്ഷിയെ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്രയും മോശമായി ഇവിടെ ചിത്രീകരിച്ചതെന്ന കാര്യം നവീൻ പറഞ്ഞു. ഇയാളെന്നേരം പിന്നെ പറഞ്ഞോണ്ടിരിക്കുക ഈ വക്കീല്. ഈ സ്വർണം കാറിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന ദിവസം ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പർച്ചേസ് കഴിഞ്ഞിട്ട് വരുമായിരുന്നു എന്നും ഇടയ്ക്ക് വെച്ച് ഹസ്ബൻഡിന് ഒരു തിരക്ക് വന്നതുകൊണ്ട് വഴിയിൽ ഇറങ്ങി എന്ന് പറയാം നയന. പിന്നീട് ഞാനും ഡ്രൈവറും കാറിൽ വരുമ്പോഴാണ് പോലീസ് തടഞ്ഞു നിർത്തി ഞങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന കാര്യം പറയുക. അതിനിടയ്ക്ക് ഇങ്ങനെയാണ് സ്വർണം ഞങ്ങളുടെ കാറിൽ വന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് നയന പറയുമ്പോൾ യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സാക്ഷിയായ CI സത്യനാഥനെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് നമ്മുടെ നവീൻ പറയുമ്പം പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ CI സാറിനെ നവീൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം വന്നിങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇയാളാണെങ്കിൽ ഭയങ്കര ഗൗരവത്തോടു കൂടിയാട്ടോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് നിന്ന് ജഡ്ജിക്ക് സല്യൂട്ടൊക്കെ കൊടുത്ത് സാർ ഇങ്ങനെ നിൽക്കുക. അപ്പം അത്യാവശ്യം കള്ളങ്ങൾ പറയാനും കള്ളങ്ങൾ ചെയ്യാനും മടിയില്ലെന്ന് ജനന സമയത്ത് തന്നെ ജ്യോതിഷന്മാർ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാകുമല്ലേ, അതുകൊണ്ടാവും പേരില്ലെങ്കിലും ഒരു സത്യം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് സത്യനാഥൻ എന്ന പേരിട്ടതല്ലേ എന്ന് നമ്മുടെ നവീൻ ചോദിക്കുമ്പം ജനനസമയത്തെ കാര്യമൊന്നും എനിക്ക് അറിയില്ല സാർ എന്ന്. അന്നേരം CI കള്ളക്കടത്ത് സ്വർണം നയന എന്ന പെൺകുട്ടി സഞ്ചരിച്ച കാറിലുണ്ട് എന്ന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പം അതനുസരിച്ചാണ് അന്വേഷണമായി ഞാൻ പോയതെന്ന് CI പറയുക. ഇതിനു മുൻപ് CI സാർ ഏത് സ്റ്റേഷനിലായിരുന്നു? അത് കണ്ണേർപ്പാടം സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു. എത്ര നാൾ അവിടെ ഇരുന്നായിരുന്നു? അത് പിന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിന്ന് പരുങ്ങുമ്പോൾ 6 മാസം അല്ലേ. അതിനു മുൻപ് കാസർഗോഡായിരുന്നു, കേരളത്തിൻ്റെ ഒരു ബോർഡറിൽ അല്ലേ. അവിടെ ഒരു 3-4 മാസം ഇരുന്ന് കാണുമായിരിക്കും അല്ലേ. ഒരു വർഷത്തിനുള്ളിൽ ഒരു 3 ട്രാൻസ്ഫറെങ്കിലും ഉണ്ടായി കാണത്തില്ലേ. അതിനു മുൻപ് എത്ര സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? എത്ര നാൾ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ മുഖം നോക്കാൻ നടപടി എടുക്കുന്നതുകൊണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള പനിഷ്മെൻറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് CI സാറ് പറഞ്ഞപ്പം നിങ്ങൾ വയനാട്ടിൽ ഒരു സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടോ എന്ന് നവീൻ ചോദിക്കുക. വിജിലൻസ് പിടിച്ചിട്ട് നിങ്ങൾ കുറച്ച് നാൾ സസ്പെൻഷനിലായിരുന്നില്ലേ എന്ന് ചോദിച്ചേ. CIക്ക് മിണ്ടാട്ടോ ഇല്ല. അന്ന് എത്ര രൂപയാണ് കൈക്കൂലി നിങ്ങൾ വാങ്ങിയതെന്ന് ചോദിച്ചു. നമ്പറുണ്ട് ഇയാളിങ്ങനെ നോക്കുക നന്ദുവിനെയൊക്കെ. 60,000 രൂപയാണ് നിങ്ങൾ കൈക്കൂലി വാങ്ങിയതെന്ന് പറഞ്ഞു. പിന്നെ യുവർ ഓണർ,
അതിനു മുൻപ് 2 തവണ ഈ നിൽക്കുന്ന മാന്യൻ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ സസ്പെൻഷനിലായിട്ടുണ്ടെന്നും CI സാറിന്റെ ദാമ്പത്യ ജീവിതം ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നവീൻ ചോദിക്കുക. CI അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കണ്ടിട്ട് ഉരുട്ടുക. സാറിന് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 2 പേരുണ്ടെന്ന് പറഞ്ഞു. അവരിപ്പോൾ എവിടെയാണുള്ളത്? അപ്പോൾ വൈഫിനൊപ്പമാണ് താമസം. ഓ, ഇവിടെ ക്വാർട്ടേഴ്സിൽ ഇല്ലേന്ന് ചോദിച്ചു കേട്ടോ. ഇല്ല. ശരി. ലീവ് കിട്ടുമ്പോൾ നേരെ വൈഫിൻ്റെയും കുട്ടികളുടെ അടുത്തേക്കാണ് CI സാറ് പോവുക അല്ലേ? പിന്നെ എന്താ സാറൊന്നും മിണ്ടാണ്ട് നിൽക്കണേ? ഞങ്ങൾ ഡിവോഴ്സായിട്ട് 2 വർഷമായെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഡിവോഴ്സ് ആയതെന്ന് ചോദിച്ചു. അത് പറ. യുവർ ഓണർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചില കഥകൾ അറിഞ്ഞിട്ട് ഇയാളെ തങ്കത്തോണി സ്റ്റേഷനിൽ CI ആയിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇയാളുടെ ക്വാർട്ടേഴ്സിൽ ഒന്ന് എത്തി. അവിടെ വെച്ച് ഒന്നല്ല 2 സ്ത്രീകളുമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. അവിടെ നാട്ടുകാർ കൂടിയതും അതുപോലും ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം ഇതിലുണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ നവീൻ ജഡ്ജിക്ക് കൊടുത്തു. അപ്പോൾ അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെ മദ്യപാനം, അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെയുള്ള കക്ഷിയാണ്. എൻ്റെ കക്ഷിയെ ആരുടെയോ കയ്യിൽ നിന്നും കൈമടക്ക് വാങ്ങിച്ചിട്ട് ലോക്കപ്പിലിട്ടിരുന്നത്. അതുമാത്രമല്ല നിങ്ങൾ ചെയ്ത തെറ്റ്. എൻ്റെ കക്ഷിയുടെ അനുജത്തിയും സ്ഥലം SIയുമായ നന്ദനയെ കൊണ്ട് ഒരനുജത്തി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യിച്ചു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എൻ്റെ കക്ഷിയെ തല്ലാൻ വരെ നിങ്ങൾ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ കുറ്റം തെളിയിക്കാൻ അങ്ങനെ പലതും ചെയ്യേണ്ടി വരുമെന്ന് CI പറയുമ്പം അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് തല്ലുന്നത് ശരിയാണോ ചോദിച്ചു. അപ്പോൾ തൊണ്ടി മുതൽ എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ വന്നത് എന്നറിയാനായിട്ട് പോലീസ് മുറയൊക്കെ പ്രയോഗിക്കേണ്ടി വരും എന്ന് CI ജഡ്ജിയോട് പറയുമ്പം പോലീസ് മുറയൊക്കെ ഇപ്പം നിരോധിച്ചിരിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു ജഡ്ജി CIയോടെ. അപ്പോൾ തൊണ്ടി മുതൽ എവിടെ നിന്ന് വന്നു എന്നറിയാൻ എൻ്റെ കക്ഷിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്, അത് വന്ന വഴി അന്വേഷിക്കണമായിരുന്നു. യുവർ ഓണർ, എൻ്റെ കക്ഷി അറിയാതെ എങ്ങനെ ആ കാറിൽ കള്ളക്കടത്ത് സ്വർണം വന്നു എന്ന് ഇതിലുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞ് നമ്മുടെ നവീൻ അതും കൊടുക്കുവാണ്. ഇതൊക്കെ കൊടുത്ത് നമ്മുടെ നവീൻ അങ്ങോട്ട് കോടതിയിൽ എന്നാ പറഞ്ഞേ ഇങ്ങോട്ട് ഇളക്കി മറിച്ചില്ലേ. അപ്പോൾ ആ ഒരു ദൃശ്യം നമ്മുടെ ജഡ്ജി കാണുവാണ്. അതായത് നയന കാറിൽ നിന്നിറങ്ങി പർച്ചേസിന് പോരുന്നു. അത് നയനയുണ്ട്, ആദർശമുണ്ട്. അവർ 2 പേരും കൂടി ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ സാറ് അതിൽ നിന്നും, അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫോണും എടുത്ത് അദ്ദേഹവും ഇപ്പുറത്തോട്ട് ഇങ്ങ് പോന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോന്നു. ഇവർ 2 പേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ബൈക്കിൽ 2 അവന്മാർ വരിക. എന്നിട്ട് ആരും അറിയാതെ ആ കാറിൽ കൊണ്ടുവന്ന് ഈ സ്വർണ്ണ അവന്മാർ വെക്കുന്നു. അന്നേരം നമ്മുടെ ജഡ്ജി സാറ് നോക്കി ഒന്ന് ചിരിച്ചു. CIയെ നോക്കിയിട്ട് ചെവി അറിയാതെ സംഭവം അതിനകത്ത് കൊണ്ടുവച്ചിട്ട് മറ്റവന്മാർ പോകുന്നത് നല്ല വ്യക്തമായി അതിനകത്തുണ്ട്. അപ്പോൾ CIയും അതുപോലെ നമ്മുടെ പ്രോസിക്യൂഷൻ വക്കീലും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആ സമയത്ത് ഇതൊക്കെ താങ്കൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് CIയോട് ചോദിച്ചു ജഡ്ജി. ഇന്ന് മിക്ക കേസുകളും തെളിയിക്കുന്നത് CCTVയുടെ സഹായത്തോടെയാണെന്നും പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അയാളിൽ നിന്നും കൃത്യമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ FIR ഇടുന്നതിന് മുൻപ് കൃത്യമായ തെളിവെടുപ്പ് നടത്തത്തില്ലേന്ന് ചോദിച്ചു. അങ്ങനെ തെളിവെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ നിഷ്പ്രയാസം ഈ കേസ് പ്രൂവ് ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന് CIയോട് ജഡ്ജി ചോദിക്കുകയാണ്. കള്ളക്കടത്ത് സ്വർണം അതിവിദഗ്ധമായി കാറിൽ വെക്കുകയായിരുന്നെന്നും അതും അതിൽ പ്രാവണ്യം ലഭിച്ചിട്ടുള്ള 2 ഗുണ്ടകളായിരുന്നു അതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സർ, ആ ഗുണ്ടകൾ പ്രതിയുടെ ആൾക്കാരായിക്കൂടെ എന്ന് പ്രോസിക്യൂഷൻ വക്കീൽ ചാടി കയറി ചോദിക്കുമ്പം ഈ വിഷ്വൽസ് കണ്ടിട്ടെ അങ്ങനെ തോന്നുന്നില്ല വക്കീലേന്ന് പറഞ്ഞു. അയാൾ ഞമ്മിപ്പോയി. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിൽ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസിനെ വിശകലനം ചെയ്യുന്നത് ശരിയല്ല എന്ന് വക്കീലിന് അറിയില്ലേ എന്ന് ചോദിച്ചു. അയാൾ ചമ്മി നാറെ അവിടെ പോയിരിക്കുക. നമ്മുടെ നവീൻ അത്രയ്ക്ക് ഇവിടെ പ്രൂഫാണ് കൊടുത്തത്. അപ്പോൾ യുവർ ഓണർ, ഒരു അജ്ഞാത സന്ദേശം പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ കേസിൽ എൻ്റെ കക്ഷി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഞാൻ കാണിച്ച താല്പര്യം പോലും ഈ കേസ് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഇയാൾ പ്രതിയാണെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത പെൺകുട്ടി കുറ്റക്കാരിയാണെന്ന തെളിവുകൾ സഹിതം കണ്ടെത്തുവാൻ ഒരു ശ്രമം പോലും ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും നവീൻ അവിടെ നിന്ന് പറയുകയാണ്. അങ്ങനത്തെ എന്താ പറയുന്നത്, രോമാഞ്ചമൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അവിടെ ഇരിക്കുന്നവർക്ക്. ഈ അന്വേഷണത്തിൽ എന്നെ സഹായിച്ച SI നന്ദനയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണെന്ന കാര്യം നവീൻ പറഞ്ഞു. അപ്പോഴും ആദർശിന് എനിക്ക് ശ്വാസം നേരെ വീണത്. യുവർ ഓണർ, ഞങ്ങൾ 2 ആളും കൂടി ഒന്നിച്ചു പോയി നടന്ന സംഭവങ്ങൾ കണ്ടെത്തിയതിനു ശേഷം വേണമെങ്കിൽ തൻ്റെ സീനിയർ ഓഫീസറോട് നന്ദനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാമായിരുന്നുവെന്നും, എന്നാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ പറഞ്ഞത് തന്നെ സംഭവിക്കുമായിരുന്നു എന്നും കള്ളക്കടത്ത് സ്വർണം കാറിൽ വെച്ച ഗുണ്ടകളെ കൊണ്ട് ഈ മാന്യനായ പോലീസ് ഓഫീസർ പറയിക്കുമായിരുന്നു എന്ന് നവീൻ പറയുക. അല്ലെങ്കിൽ ആ വാടക ഗുണ്ടകളെ ഈ ദൗത്യം ഏൽപ്പിച്ച ആള് പണം വാരി എറിഞ്ഞ് എൻ്റെ കക്ഷി തന്നെയാണ് സ്വർണം കാറിൽ വെക്കാൻ പറഞ്ഞതെന്ന് ഈ കോടതിക്ക് മുന്നിൽ ഗുണ്ടകളെ കൊണ്ട് കള്ളമൊഴി പറയിപ്പിക്കുമായിരുന്നു എന്നും നവീൻ പറയുക. CI അവിടെ ഇട്ട് ഇങ്ങോട്ട് ഉരുട്ടി ചതച്ചിങ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് CI എന്നിട്ട് നവീൻ പറഞ്ഞു വിട്ടു. സർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അപ്പുറം പോയി. അപ്പോൾ തല ഉരിഞ്ഞ് ഇങ്ങനെ നിൽക്കണു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവീൻ നേരെ നയനയുടെ മുന്നിലേക്ക് വന്നിട്ട് വളരെ സാധാരണ നിലയിൽ നിന്നും അച്ഛൻ പഠിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കി വളർന്ന ഒരു പെൺകുട്ടിയാണ് നയന എന്ന് പറയുന്ന എൻ്റെ കക്ഷി. ഇന്ന് സമൂഹത്തിലും സ്വർണ്ണ ബിസിനസ്സിലും ഒക്കെ ആ പേര് വളരെ പ്രശസ്തമാണ്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ ക്രിമിനൽ പശ്ചാത്തലവും ഇവർക്കില്ല എന്ന് നമ്മുടെ നവീൻ പറഞ്ഞു. അയാളിങ്ങനെ നാറി വെളുത്തിരിക്കുക. അതുപോലെ അനന്തപുരി എന്ന വലിയ തറവാട്ടിലേക്ക് മരുമകളായി കടന്നു ചെന്നതിന് ശേഷം ആ വീട്ടിലുള്ള എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ പെൺകുട്ടിയാണ് നയനയെന്നും നവീൻ പറയണു. നയനയ്ക്ക് തലെടുപ്പോടുകൂടി ഇങ്ങനെ നിൽക്കാൻ പറ്റിയൊരവസരം. ഇവിടെ അയാളുടെ ഭർത്താവ് കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ടെന്നും ഭാര്യയെ ജീവനായി കരുതുന്ന ആളാണ് നയനയുടെ ഭർത്താവ് ആദർശ്. തൻ്റെ ഭാര്യയ്ക്ക് കുറ്റവും കുറവും ഉണ്ടെങ്കിൽ അത് കൂടെ ജീവിക്കുന്ന പങ്കാളിയാണ് പറയേണ്ടത്. അല്ലാതെ ഒരാൾ പ്രതിയാക്കപ്പെടുമ്പം അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്ന വക്കീലല്ല എന്ന് നവീൻ പറഞ്ഞു. എന്നിട്ട് യുവർ ഓണർ, കഴിഞ്ഞ കുറേ നാളുകളായി ഒളിഞ്ഞും തെളിഞ്ഞും മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി എതിരാളികൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ കേസെന്നും അതിനുവേണ്ടി എതിരാളികൾ എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം ഈ ചതിയിൽ പെടുത്തിയതാണെന്ന കാര്യവും നവീൻ അവിടെ പറഞ്ഞു. CI ഇങ്ങനെ നാറി നിൽക്കുക അവിടെ. ഞാൻ പറയുന്നത് 100% സത്യസന്ധമാണെന്ന് തെളിയിക്കുന്ന എവിഡൻസ് ആണ് ഞാൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നതെന്നും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ കുലീനത്വവും സത്യസന്ധതയും മുറുകെ പിടിക്കുന്ന അമ്മയാകാൻ തയ്യാറെടുക്കുന്ന എൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് ഞാൻ ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് എന്ന് നമ്മുടെ നവീൻ പറഞ്ഞു. ഇനി കോടതി വിധി, അതിനെല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഉച്ച നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ പ്രോസിക്യൂഷൻ വക്കീലിൻ്റെ മുന്നിൽ ചെന്നിരുന്നിട്ട് നമ്മുടെ നവീൻ ഒരു ചിരി അങ്ങ് ചിരിച്ചു. അപ്പോൾ ഈ കേസ് സംശയാസ്പദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ നയന ആദർശിനെ ഈ കോടതി നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും സമാധാനമായി എല്ലാവർക്കും. CI നാണം കെട്ടിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വയ്ക്കില്ല. എന്നിട്ട് ഈ കള്ളന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. നയന എന്നിട്ട് ഇങ്ങനെ നന്ദി പറഞ്ഞ് അവിടുന്ന് ആ കൂട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ആദർശ് ചെന്നു. ആദർശേട്ടാന്നും പറഞ്ഞ് നയന ഓടി ചെന്ന് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് കോടതി പിരിയാണ്. അത് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. നന്ദു ആണ് ആദ്യം വരുന്നത്, പിന്നാലെ നവീനും ഇറങ്ങി വന്നു. വന്ന് നമ്മുടെ നവീന് കൈ കൊടുത്തു. നന്ദു, ഒരിക്കൽ കൂടി ഞാൻ നവീനേട്ടനെ അഭിനന്ദിക്കുകയാണെന്നും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഒപ്പം നിന്നതിനെന്ന് പറയുമ്പം ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ നന്ദു എന്ന് നവീന്. ആ സമയത്ത് അവർ ഇറങ്ങി വരുന്നു, ആദർശവും നയനയും കൂടി കിട്ടോ. അവർ രണ്ടുപേരും ഇറങ്ങി വന്നപ്പോൾ കൂടെ ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ആദർശൻ്റെ പേടിയൊക്കെ മാറിയോന്ന് ചോദിച്ചപ്പം കോടതിയിൽ നിൽക്കുന്നത് നവീനായതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ ആര് പറഞ്ഞു പേടിയില്ലായിരുന്നു എന്ന്? ആദർശ് ഏട്ടൻ ഭയന്ന് വിറച്ച് അവിടെ ഇരുന്നെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോസിക്യൂഷൻ വക്കീൽ ഇറങ്ങുന്നു. സാറേ, തൽക്കാലം നരസിംഹൻ സാറിൻ്റെ കൊച്ചുമോൻ എന്ന പേര് അതേപടി നിലനിൽക്കുമെന്നാണ് തോന്നുന്നേ എന്ന് നവീൻ അയാളോട് പറഞ്ഞു. കോടതിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെയൊക്കെ കേസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അയാളിങ്ങനെ ഒരാക്കി ചിരി ജയിച്ചുകൊണ്ട് നിൽക്കാം. അപ്പം ന്യൂജൻ പിള്ളേർ അത്ര നിസ്സാരമായിട്ട് കാണല്ലേ എന്ന് പറഞ്ഞപ്പം അഭിനന്ദനമൊക്കെ പറഞ്ഞല്ലോ, പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ മേനി പറച്ചിലൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോയി. നാണം കെട്ട് പോയല്ലോ. അത് ഇനിയിപ്പോൾ നമ്മുടെ CI സാർ ഇറങ്ങി വരിക. CI സാർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കിയതിനാ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചു ആദർശ്. അപ്പോൾ ഇത് കള്ളക്കേസൊന്നും അല്ല, മിടുക്കനായ വക്കീലിനെ വെച്ച് കേസ് ജയിച്ചു എന്ന് വെച്ചാൽ ആരും അഹങ്കരിക്കണ്ട എന്ന് CI പറയുമ്പം, എടോ ഒരു CI എന്നുള്ള ബഹുമാനം തരണമെങ്കിൽ അതിന് കുറച്ചെങ്കിലും യോഗ്യത വേണമെന്ന് ആദർശ് എന്നറിയ ഇയാളോട് പറഞ്ഞു. അമ്മയാകാൻ പോകുന്ന പെൺകുട്ടിയെ സ്റ്റേഷനിലും കോടതിയിലും കയറ്റിയിട്ടല്ല തന്നെ ആളാവേണ്ടത്. അപ്പം നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലല്ലോ നന്ദു. പിന്നെ എന്തിനാ ഈ വായ് നോക്കികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇവർ എന്നെ സംബന്ധിച്ചിടത്തോളം വായ് നോക്കികളല്ല സർ, എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എൻ്റെ അടുത്ത സുഹൃത്തും ഒക്കെയാണെന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ അതൊക്കെ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് മതി, ഇപ്പോൾ വരാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നന്ദു പിന്നെ വിളിക്കുമ്പം CI സാറേ, മനഃപൂർവ്വം ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു ആദർശ്. ഒന്ന് പോടാ ചേർക്ക
നിന്നെപ്പോലെ ഒരുപാട് കാശുള്ളവരെ ഞാൻ ഉള്ളതാണെന്ന് CI പറയുമ്പോൾ അതെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാശുകാരുടെ പണം പറ്റിയിട്ടില്ലേ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഈ കേസ് ഇവിടെ കൊണ്ട് തീർന്നെന്ന് ഒന്നും കരുതണ്ട. ഞാൻ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ ആ കള്ളക്കടത്ത് സ്വർണ്ണം എങ്ങനെ വന്നു എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് CI. അപ്പം കണ്ടെത്തണം, എന്നിട്ടേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ആരാ കാറിൽ സ്വർണ്ണം വെച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മെടുക്കുണ്ടെങ്കിലേ പോയി അവരെ കണ്ടുപിടിക്കണോ എന്ന് ആദർശ് പറഞ്ഞു. കണ്ടുപിടിക്കുന്നു മാത്രമല്ല, ഇനി ഇവൾക്ക് പിന്നാലെ നിന്നെ കൂടി ഞാൻ അകത്താക്കുമെന്ന് ആദർശിനോട് വലിയ ഷോ ഇറക്കി ഇയാൾ സംസാരിച്ച് അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.